ഹലോ സുഹൃത്തുക്കളെ, നമ്മൾ കുറച്ച് നാൾ മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു. കടകല് കുഴി വെട്ടി കയറ്റിയുള്ളൊരു മീൻപിടുത്തം ഞാൻ കാണിച്ചായിരുന്നു. അപ്പം അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് ഞാനൊന്ന് വീഡിയോയിലൂടെ പറഞ്ഞായിരുന്നു. അപ്പം ആ വീഡിയോ ആണ് ഇപ്പോൾ വരാൻ പോകുന്നത്. കുറേ നാളായതാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴി ഇറങ്ങി പിടിച്ചതിൻ്റെ കുറച്ച് വിഷയങ്ങളുണ്ടായിരുന്നു. അവരോട് ചോദിക്കാതൊക്കെ ഇറങ്ങിയതുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതെല്ലാം സംസാരിച്ച് അവരോട് ക്ഷമയൊക്കെ പറഞ്ഞ് പിന്നെ രണ്ടാമതെ ആണിപ്പോൾ വീഡിയോ ഇടുന്നത് കേട്ടോ. ആ വീഡിയോ തന്നെയാണ്. അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാനൊന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് സൂക്ഷിച്ച് വെച്ചിരിക്കുക. എന്നിട്ടും കുറേ ഭാഗങ്ങളൊക്കെ നമ്മുടെ മിസ്സായി പോയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇത് നല്ലൊരു വീഡിയോ തന്നെയാണ്. കാരണം ഒരുപാട് മീൻ കിട്ടുന്നൊരു ഭാഗം തന്നെയാണ് സെക്കൻഡ് പാർട്ട് ഞാൻ പറഞ്ഞത്. എന്തായാലും നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് പഴയ പോലെ കൂടെ കാണണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ തുടങ്ങുന്നു. വല വേണോ? വല ഉടക്കി എന്തായാലും മീൻ കാണും. അതിനകത്തില്ലേ ഉടക്കിട്ടല്ലേ? വെള്ളം കുടിക്കാനുള്ള വരാഴ് പോകും. ഇല്ലെങ്കിൽ വേറെ സംഭവമുണ്ട്. അത്രേ ഉള്ളൂ. ഇതാണ് പരിപാടി. പോകുന്നതാണ് പോകണല്ലോ. ഇത്രയും കട്ടപ്പെട്ട് പിടിച്ചിട്ട് പോകാണ്ട് നിങ്ങൾക്ക് പറയുന്ന ഉണക്കല്ലേ ഉള്ളൂ. ഞാൻ ഒറ്റ ഒന്നും വിളിച്ചത്. ഞാൻ എല്ലാത്തിനും കൊല്ലും. ഞാൻ ഇത് കണ്ടാ കാര്യം അതിൻ്റെ അടി അല്ല, ഇത് കണ്ടോ? ചെറിയ സാധനം. ഇത് ഞാൻ കൊണ്ടുപോവാ. പിന്നെ ആദ്യം പറഞ്ഞു അല്ല ചുമ്മാ പറയുന്നത്. നമുക്ക് കണക്ക് പറ്റും. നമ്മുടെ സഹോദരങ്ങൾ ഇത് വേറെ സാധനം. അതല്ല കാര്യം ഞാൻ കാണിച്ചു തരാം. ഇതാ കാര്യം. ചെറിയ കാര്യം അവിടെ കിടന്നോട്ടെ. വരാനുണ്ട്. നമ്മൾ ഈ കൃഷി പോയിട്ടുണ്ടോ? ഒതുക്കി ഇവിടെ കാര്യമുണ്ട്, അടുപ്പം കാര്യമുണ്ട്. അതൊന്നുമല്ല, ഇതാ കാര്യം. ഇപ്പേ ഇത് കണ്ടോ? ഇങ്ങനെ ഇതെല്ലാം കുഞ്ഞുങ്ങളല്ലേ കളഞ്ഞക്കട്ടെ. ഞാനേ അനിയനോട് പറഞ്ഞടാ, അവിടെ എവിടെ കൊണ്ടിട്ട് അവിടെ ഞാൻ പറഞ്ഞടാ, 2-3 വരാല് നല്ല മുഴുപ്പ് നോക്കി അവിടെ ഇട്ടേക്കണം പറഞ്ഞു. എന്നാ അറിയാ കൊടുക്കാൻ അല്ല, പുള്ളി അങ്ങനെ വന്ന് ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാൻ കൊടുക്കണം. ഇവനൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കല്ലേ ഒരു കാര്യം അവിടെ ഇടാൻ. ഇനി സ്ഥലമുണ്ടോ? ഇനി സ്ഥലമുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? വേറെ കലമില്ല. വല മണക്കാൻ പറഞ്ഞു. ആ ചെമ്പലിയൊക്കെ നീ ഒരു പണി പെണ്ണുമ്പളക്ക് കൊടുത്തു. ചെമ്പല് വറുത്തിട്ട് വിവരക്കേട് പാകം കേൾത്തില്ല. ഈ സാധനം ചാകാതെ കൊണ്ടുവരണം. പാസി മീൻ എടുക്കട്ടെ, 150 രൂപ കരുത്തുള്ളൂ. അത് ഉള്ളതായി കൊടുക്കുകയാണെങ്കിൽ അതങ്ങ് തീർന്നു പോകും. 150 രൂപ കൊടുക്കണം. നെടുപടി ഞാൻ കുടിക്കേ. നീ 20 രൂപ അതല്ലേ, അത് 10 രൂപ കൂടുതൽ. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഭാഗത്തിൽ നമ്മൾ മീൻ കാണിക്കാൻ വിട്ടുപോയെന്ന് പറഞ്ഞില്ലേ, ആ ഭാഗമാണിത്. അപ്പം കുറച്ച് മീനുണ്ട്. അപ്പം നമ്മൾ ഈ മീനെടുത്ത് വെള്ളത്തിലിടാൻ പോവാണ്. അപ്പം അന്ന് തന്നെ മീൻ കൊടുക്കുക ചെയ്തേ. അപ്പം നമ്മൾ ഒന്നുകൂടെ പറയുകയായിരുന്നു, കുഴിയുടെ ആളോട് പറയാതൊക്കെയാണ് ഇറങ്ങിയത് കേട്ടോ. അതായത് ഞങ്ങൾ തന്നെ കാണിച്ചത് ഭയങ്കര മോശമാണ്. അത് അവസാനം എന്താണോ അവർ പിടിക്കാൻ വേണ്ടിയിരുന്നതെന്ന് പറഞ്ഞു. പക്ഷെ അത് ഞങ്ങളത് അറിഞ്ഞില്ല. മീൻ 2 ദിവസം കഴിഞ്ഞ് വെള്ളം കയറ്റുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞങ്ങളങ്ങനെ പിടിച്ചത് കേട്ടോ. എന്തായാലും അത്യാവശ്യം കുറച്ച് മീൻ കിട്ടിയായിരുന്നു കേട്ടോ. കിട്ടിയെന്ന് പറഞ്ഞാൽ അത്ര പറയത്തക്ക വില കിട്ടിയില്ല സമയത്ത്. പിന്നെ അങ്ങ് കൊടുക്കുകയായിരുന്നു. കാരണം ഇട്ട് കഴിഞ്ഞ് ചത്തു പോകുന്നുണ്ട് കൊടുക്കുകയായിരുന്നു കേട്ടോ. വരാനുള്ള വലുപ്പം കണ്ടോ. അപ്പം ഇതാണ് വീഡിയോ കേട്ടോ. ഇനി 2ാം ഭാഗത്തിലിടക്കാം. നമ്മൾ ഒരു വല വെച്ച് അത് കഴിഞ്ഞ്
രണ്ടാമത്തെ വല എടുത്തോണ്ട് രണ്ടാമത്തെ വല എടുത്ത് ആ വലക്കകത്ത് മീനെ കെട്ടി നമ്മൾ അപ്പുറം ഇട്ടിരിക്കുക. കണ്ടോ, അടുത്ത വല മുമ്പേ വെച്ചത് കണക്ക് തന്നെ നമ്മൾ വെക്കാൻ പോവുക. അവരവിടെ നിന്ന് തപ്പി അനക്കി വരിക. പിടിക്കാഞ്ഞിട്ടാണോ മോനെ? ഇവിടെ വലക്കാരിറങ്ങിയില്ലല്ലോ. പോലെ കുക്കി ആ അടിച്ചങ്ങോട്ട് വിട്. ഒറ്റ ചെക്ക് ഒറ്റ കൂട്ടും. പക്ഷെ ആണ്ടേ അത് പോട്ടെ, അത് വിത്താ. വിത്ത് കാണാം. കലമില്ല. ലാസ്റ്റ് വിത്തേ കാണത്തുള്ളൂ. ലാസ്റ്റ് മൊത്തം വിത്ത് മാത്രമാണ്. അത് നിങ്ങൾ ഇങ്ങനെയല്ലോ ഊള വാങ്ങണം. മീനുണ്ടെന്നേ മുന്നോട്ട് കയറും. അതിനൊരു കുഴപ്പമുണ്ട്. അതിനൊരു ആയിട്ടേ ആ എടുത്തിട്ട് അത്രേ ഉള്ളൂ. നമുക്ക് കാശുള്ളതാ. നമുക്ക് വേണം ഞാൻ അതാ. തലേമുട്ടി നമുക്ക് തിന്നാൻ വേണ്ടി ലോക്കാക്കി വാ സജീവനെ. ഊള ലോക്കാക്കി വരാം. ഇങ്ങനെ ഊള ലോക്കാക്കി ഒറ്റ മീനെ പുറകോട്ട് വിടരുത്. എല്ലാം ആ തൂമ്പിനകത്ത് കയറ്റുക. അവിടെ അടച്ചിരിക്കുക. അവിടെ അടച്ചിരിക്കുകയാണ്. ഈ ശാലം അങ്ങോട്ട് പാർക്ക് ഞാൻ ചേട്ടല്ലേ ചേട്ടല്ലേ അയ്യോനെ ആ പോള രാജി ആ വല പുറകോട്ടിട്ടോ രാജി. അത് ആ പണിയുന്നു. വേറെ പരിപാടി തിരി കഴിയട്ടെ. കോരി അവിടെ വെക്കണം. വേണ്ട, അതിനുള്ളതൊന്നും ഇല്ലെന്ന്. നിങ്ങൾ പോയി സെറ്റപ്പ് ആക്ക്. വീണ്ടും ആ കഴുക്കോല് കുത്താൻ പോവുക. അവിടുന്ന് തൂമ്പിനകത്തു നിന്ന് ആ കഴുക്കോല് ഇങ്ങോട്ട് കുത്തി തള്ളി വിടുമ്പോൾ ആ മീനെല്ലാം ഡയറക്റ്റ് ഇവിടെ വന്ന് ചിറങ്ങും. അവർ കുത്താൻ പോവുക. ആ കഴുക്കോലുണ്ട്. മീനൊന്നും കയറിയില്ലല്ലോ. എന്റെ പൊന്നെ, കഴുക്കോല് വന്നോ? പിന്നെ കഴുക്കോല് വന്നെങ്കിൽ ആ ചാക്ക് വന്നോ? കഴുക്കോല് ആവിക്കാതെ ഇരിക്കുന്നു. റിട്ടേൺ വലിച്ചിട്ട് കയറ്റിയാല് അപ്പൊ മീൻ ഇറങ്ങി. വെള്ളത്തിൽ മൂന്ന പണിയാണല്ലോ. എടാ ഞാൻ എന്താ പറഞ്ഞേ? ക്യാപ്പ് പോവല്ലേ? വലിച്ചോ? മതി മതി വലിച്ച് ആ പൊക്ക്. നിങ്ങളെ നോക്കിയ പോലെ ആദ്യം ഒന്നുമില്ല ഒന്നുമില്ല. ഉണ്ടോ? എന്റെ പൊന്ന്, ഇത് ഇങ്ങോട്ട് കേറി കാണൂലോ ബാബി. അങ്ങോട്ട് കേറിയിട്ടുണ്ടോ? ആ അങ്ങോട്ട് അള്ളയില്ലല്ലോ. ഇപ്പൊ ആര് ഇപ്പൊ എടുത്ത 10 മണിക്കൂർ എടാ വരാനുണ്ടെന്ന്. കേറുവന്ന് കേറും വലിച്ച് മിണ്ടാ 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 മിണ്ടാ. നിങ്ങൾ അവിടെ നിക്കുന്ന ഇത് ഞാൻ ഇടയ്ക്ക് നിർത്തിയായി പരിപാടി. ഒന്നുമില്ല.
ഇനി ഒരു വാഴയ്ക്ക മീനുള്ളൂ ഇനി ഒരു വാഴയ്ക്കായും പോകത്തില്ല. അത് സംഭവം കറക്റ്റ്. അടുപ്പൊക്കെ ചവിട്ടിത്താത്തോണേ ഈ വല കൂട്ടിക്കഴിഞ്ഞാൽ മീനെ നമുക്ക് ഇപ്പൊ ഈ പണിയൊന്നും അറിയാൻ മേല. ഒരു വരാല് പുറകോട്ട് പോയെന്ന് പറഞ്ഞ് വല കുത്തി. പുറകോട്ടൊന്നും പോകത്തില്ല, ഇനി വലയ്ക്കാത്തേ കയറത്തുള്ളൂ. ഇനി ധൈര്യമായിട്ട് തപ്പും. അടുപ്പൊക്കെ താത്തോ മീൻ പിടയ്ക്കുന്നുണ്ട്. പോകത്തില്ലടാ ഇനി. ഇനിയും പോകത്തില്ല. ഇല്ലില്ല. അത് പോട്ടെ, അത് മീൻ ഇവിടെ കിടക്കുന്നത് ഈ സൈഡിലാണ്. സൈഡ് പാപ്പി സൈഡ് വെക്കട്ടെ. പാപ്പിച്ച പക്ക് താത്തോണം, അടിപ്പക്ക് താത്തോണം. സൈഡ് സൈഡ് മീനുണ്ട് അവിടെ. സാധനം കേറിക്കൊണ്ടിരിക്കുക. ബായ് കേക്കരക ചാടി ഇവിടെ മീനുണ്ടെന്ന് എനിക്കറിയാം. ആ ഫിഷ് ഇതൊക്കെ आराम से पकड़ना है, आराम से അങ്ങനെ പിടിക്കല്ലേ. आराम से വെടി പിടിക്കില്ലേ. ഇത് ലോക്കാക്കുക മൊത്തം. हाथ डालो आराम से, हाथ डालो आराम से, हाथ डालो आराम से पकड़ना है. മീനുണ്ടോ? മീനുണ്ടെന്നേ തപ്പട്ടെ. മീൻ ചോദിക്കാ എന്റെ പൊന്നെ. हिंदी में बात करना है. എന്റെ റോയിപ്പാ, ആ മീൻ മലയാളം മാത്രമേ അറിയത്തുള്ളൂ. നീ ഹിന്ദി പറഞ്ഞ ആ മലയാളം ആ മീൻ എങ്ങനെ അറിയുന്നത്? ഞാൻ പറഞ്ഞ കറക്റ്റ്. പാപ്പിച്ചായ ഞാൻ ഇറങ്ങണോ? പാപ്പിച്ചായ വേണ്ട മോനെ. മോൻ അവിടെ നിന്ന് ചില ഹിന്ദിയൊക്കെ പറഞ്ഞ ഞങ്ങൾ അപ്പോൾ അത് ആവശ്യം വരും. കറങ്ങാണ് പാപ്പി. അത് കറങ്ങുന്നത് എന്തുകൊണ്ടാണെന്നറിയാ? പുറവ് പൊക്കി വെക്കാനിട്ടാ. ഇത് പൊക്കി വല പൊക്കി വെക്കണം അവിടെ. വലിച്ചു കയറ്റിയ ഇത് വലിച്ചു കയറ്റിയറാ. അത് വലിച്ചു കയറ്റിട്ട് തീർക്ക് ഫിനിഷ് ചെയ്യും. നിന്റെ ഭാഗം നീ ക്ലിയർ ആക്കണം. വരയ്ക്കാത്ത പയ്യെ അവൻ വലിച്ചു കയറ്റിക്കോളുവന്ന്. അവൻ വലിച്ചു കയറ്റിക്കോളും. എന്റെ പൊന്നെ, അവൻ കയറ്റിക്കോളുവന്ന്. ശകലം ഉടക്ക് കാണുമായിരിക്കും. മറ്റേ ഞാൻ ചവിട്ടി ഒതുക്കുക. നീ അങ്ങോട്ട് ചവിട്ടിക്കടാ വല. അതിന് നീ പോലെ ഒന്നും പോകത്തില്ല പാപ്പി. ധൈര്യമായിട്ട് പാപ്പി, ധൈര്യമായിട്ട് പോക്ക്. പിള്ളേരെ പണി പഠിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കറക്റ്റ്. എടാ ഞാൻ ഈ കുറ്റികളാണ് പറയുന്നേ. നിന്റെ സൈഡ് നോക്ക്. അവനൊതുക്കുക. അത് പോട്ടെന്ന്, അത് പോട്ടെ. പൊക്കി അവൻ അവിടം വരെ കൊണ്ടുവന്നതാണ് വലിച്ച്. ഇനി തപ്പിട്ട് പൊക്കിക്കും. ഒരു തെങ്ങടി ഉണ്ട് ഇവിടെ. ഇല്ല, ലാസ്റ്റേ ഒരു പരിപാടി ഉണ്ട്. എനിക്ക് 2 പോള ഇങ്ങനെ നേരത്തെ ഇത് മതി. തൂമ്പ് നേരെ അങ്ങോട്ട് അടയ്ക്കുക. തൂമ്പിനകത്ത് ഒന്നും കാണത്തില്ല. അടുപ്പൊക്കെ വയ്യോ കൊണ്ടുവാ. പൊക്കിക്കോ, തജി ഒതുക്കിക്കോ. തല ഇറക്കി വിട്ടടാ പാപ്പി. ഇറങ്ങി വയ്യേ. അടുപ്പൊക്കെ തജി വലിച്ചൊതുക്കിയോ? തജി റോയിപ്പ വലിച്ചൊതുക്കടാ. അത് പോട്ടെ, അതവിടെ ഇട്ടേ. അടുത്ത ഇത് എടുത്തു. മറ്റേ ഞെക്കുവല അടച്ചു വെച്ചിരിക്കല്ലേ. മറ്റേ വരാൻ ചത്തുപോകുന്നു.
അണ്ണൻ ഇങ്ങോട്ട് അണ്ണനെ ഈ വെള്ളം എടുക്കുമ്പോ അറിയാം. അതിനകത്ത് മീനുണ്ടെന്നുള്ള കാര്യം ഉറപ്പല്ലേ? എടാ ഇതിനകത്താ മീൻ, മുഴുത്ത മീൻ കിടക്കുന്നത്. ഇതിനകത്താ ചരക്ക് കിടക്കുന്നത് കേട്ടോ. പണിയാൻ പഠിക്കണം. ഇതിനകത്താ മീൻ. പഠിക്കാനല്ലോ പറഞ്ഞത്. ഇത് പിടിക്കാൻ പോയി മറ്റേ ചത്തു പോകും. അത് പോട്ടെ. അതാ പറഞ്ഞത്. വേറെ ഉണ്ട്. ഇത് ഞെക്കുണ്ട്. വല നിങ്ങള് വല വലിച്ച് കയറ്റി അങ്ങോട്ട് എറിഞ്ഞടാ. തിരിച്ചറിയണേ. ഇവിടെ അങ്ങ് പോട്ടെ. വേണ്ടേ എന്നാ കാര്യം? അത് ഇത് കെട്ട്, പിന്നെ സമയം പോകും. ഇനി ഇത് കെട്ട്, ഇനിയൊന്നും നോക്കത്തില്ല, അത് കെട്ടിക്കൂ. സൈബാന്റെ പരിപാടി നടക്കണേ. അടുത്ത വര നമ്മൾ കെട്ടിക്കൊണ്ടിരിക്കുക. തൂമ്പ് വര കാര്യമൊക്കെ പുറത്ത് പോയി. കാര്യം നമ്മൾ ഓർത്തില്ല. നിക്കത്തില്ല അതിനകത്ത് മീൻ. ഇല്ല, അവിടെ ചൂടുവെള്ളം വരുന്നത്. കമ്പായോ? കമ്പായോ? ഒന്നും കാണത്തില്ല. കമ്പായോ വാപ്പി? ഇല്ല, അതിനകത്ത് പഴുത്തുള്ള ഇറങ്ങുന്നത്. ഇത് പറഞ്ഞ കറക്റ്റ് വരലുണ്ടോ അതിനകത്ത്? പുള്ളി പറഞ്ഞ സംഭവം കറക്റ്റാ. നമ്മുടെ വിദഗ്ധ തൊഴിലാളി നമ്മുടെ അണ്ണൻ പറഞ്ഞത് കറക്റ്റ് സംഭവം. അതിനാ റോയി ഇതിനകത്ത് സാധനം കാണത്തുള്ളു. ആ കാര്യമൊക്കെ കറക്റ്റാ കേട്ടോ, പക്കായ. പക്ഷെ ഈ സംഭവം എളുപ്പം എടുക്കാന്നേ ഉള്ളൂ, കളയേണ്ട കാര്യമില്ല. നമ്മൾ എളുപ്പം എടുക്കുക പോവുക. പക്ഷെ ഇതിനകത്ത് സാധനം ചരക്ക് കിടക്കുന്നത് ഇതിനകത്താണ്. ഇത് മുറി പോട്ടെ. ഇതാണ് കറക്റ്റ്. ആ വല വെച്ചില്ല കിട്ടത്തില്ല. അത് കറക്റ്റാ, നമുക്കറിയാം. ചെമ്പല്ലി കാര്യം മറ്റേതിനകത്തൊക്കെ അവിടോട്ടൊക്കെ ഇവിടോട്ടൊക്കെ ഇടാവുള്ളേ. ഇതിനകത്ത് വരാലും മാത്രമേ കലത്തി ഇടാവുള്ളൂ. സജിമോന്റെ കയ്യിൽ നിന്ന് പോയ മണിക്കുട്ടി കിടക്കുന്നുണ്ടോ? മണിക്കുട്ടി. ഓ എന്റെ പൊന്നെ മച്ചാനെ, സജിമോനെ എന്റെ ഒറ്റേ. അയ്യോ, നാടൻ ഇട്ടു. മണിക്കുട്ടി അടുത്ത മണിക്കൂർ വരുന്നു. ഞാൻ അടുത്ത മണിക്കൂർ വരുന്നു. മണിക്കുട്ടി വീണ്ടും വിത്തിന് ഒത്തിരി ഇട്ടിട്ടുണ്ട് ഞങ്ങൾ. വിത്തുകുളം ഫസ്റ്റ്. പണ്ടാണ് ഞാൻ എല്ലാം നാടനാണ്. മണിക്കുട്ടി കഴിഞ്ഞ പിന്നെ അതെ വേറെ ഉണ്ട്. വല എന്ന് വിട്ട് അതാണ് കഴിഞ്ഞോടാ. ഇനി മീൻ കിടപ്പുണ്ടോ? പിന്നെ പിടിച്ചല്ല അളാ കിടക്കുന്നു. പണി പഠിപ്പിച്ചു കൊടുക്കണം. അവൻ രണ്ട് കോപ്പ അറിയാം. അവൻ ചുമ്മാ കുറെ വീഡിയോ അവൻ പോളെ അറിയാം. ഇങ്ങനെ മീൻ പിടിക്കുന്നത് കണ്ടോ? മീനെ പിടിക്കുന്ന അങ്ങനെ കണ്ടോ? കണ്ടോ ഇങ്ങനെ പിടിക്കുക. റോയ് ബായ് അല്ല ഇങ്ങോട്ടല്ലോ കണ്ടോ? മീൻ ഇങ്ങനെ പിടിക്കേണ്ടത്. നമ്മുടെ റോയ് ബായ് വന്ന് പഠിപ്പിക്കണം. നിന്നെയൊക്കെ എപ്പം പഠിപ്പിക്കണം ചോദിച്ചാൽ മതി. ഇങ്ങനെ സോപ്പായിട്ട് കിടക്കുന്നത് സോഫ്റ്റായിട്ട് കിടക്കുന്നത് കേട്ടോ. ചിറക്കത്തില്ല, പേടിയായിരുന്നു. കടപ്പുറക്കാരുണ്ട് മീനൊക്കെ പിടിക്കുന്നത് ഇങ്ങനൊക്കെ തന്നെയാ. തീർന്ന് ഇങ്ങനെ മീൻ മരിഞ്ഞിട്ടുണ്ട് കണ്ടോ? ഇങ്ങനെ മീനെ പിടിക്കുന്നത് ഉണ്ടോ? സംഭവിച്ചോ?
റോയ് ഭായ് ആണ് പക്ക.